Hello friends and my dear students, welcome to another lecture of Study Mechanical with Passion. In this lecture we are going to discuss about inverse trigonometric functions. That this is the second part of inverse trigonometric functions, which is a chapter in plus 2 mathematics. Already നമ്മൾ part 1 inverse trigonometric functions ന്റെ part 1 ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കാണുക. നമ്മൾ അതിന്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏതൊക്കെ ഇക്വേഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത് എന്നുള്ള ഇക്വേഷൻസ് മൊത്തം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 വൃത്തിയായി കണ്ട് പാർട്ട് 1ലുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഓക്കെ, let us start. This is the first problem. Find the principal value of sin inverse x. ഓക്കെ, നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ ഇൻവേഴ്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ വാല്യൂസിനുള്ള റേഞ്ച് ആ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ടേബിളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് ഈക്വൽ ടു y എന്നെടുക്കുകയാണ്. അപ്പോൾ അതായത് അതാണ് നമുക്ക് തരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് ഈക്വൽ ടു y എന്നെടുക്കുകയാണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് സൈൻ y ഈസ് ഈക്വൽ ടു 1/√2 എന്ന് നമുക്ക് കിട്ടുന്നതാണ്. സൈൻ വൈൻ്റെ വാല്യൂ 1/√2 എന്നാണെങ്കിൽ വി വിൽ ഗെറ്റ് the value of y as π/4 and 3π/4. വൈന് രണ്ട് വാല്യൂ പോസിബിൾ ആയിരിക്കും. ഓക്കെ, അതായത് സൈൻ വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ ഉണ്ടാവും, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ആ രണ്ട് ആംഗിളാണ് ഇവിടെ π/4ഉം 3π/4ഉം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാകാത്ത അറിയാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി ട്രിഗണോമെട്രി പ്ലസ് 1ലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പാർട്ട് 3 വീഡിയോ ഉണ്ട്, സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന പാർട്ട് 3യുടെ വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇൻവേഴ്സ് ആയിട്ടുള്ള, അതായത് സൈൻ വൈ ഈസ് ഈക്വൽ ടു 1/√2 എന്നാണെങ്കിൽ അതിൽ വൈൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ ഞാൻ ഇങ്ങനെ സൈൻ വൈ ഈസ് ഈക്വൽ ടു 1/√2 അല്ലെങ്കിൽ ഏതോ ആംഗിൾ ആവട്ടെ, ഏതൊരു വാല്യൂ ആവട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൻ്റെ വാല്യൂ, ഇങ്ങനെ രണ്ട് വാല്യൂ പോസിബിൾ ആണെന്നേ ഞാൻ പറയുള്ളൂ. അതാണ് കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ, അതാണെന്നേ ഞാൻ പറയുള്ളൂ. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നതാണ്. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എൻ്റെ ചാനലിൽ പ്ലസ് 1 HSC +1 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. ആ പ്ലേലിസ്റ്റിനകത്ത് ഈ വീഡിയോ ഉണ്ടാവും. ഈ വീഡിയോയുടെ തമ്പനയിലാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ y ഈസ് ഈക്വൽ ടു π/4 ആൻഡ് 3π/4 രണ്ട് ആംഗിൾ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്, നമ്മൾ ആ ടേബിളൊക്കെ വരച്ചിട്ടുണ്ട്, അതിനകത്തുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, -π/2 to π/2 ഇൻക്ലൂഡിങ് -π/2 ആൻഡ് π/2. ശരിയല്ലേ? അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ആംഗിളിൽ, ഈ π/4 ഉണ്ട് 3π/4 ഉണ്ട്, ഈ രണ്ട് ആംഗിളിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ വരുന്ന ആംഗിൾ ഏതാണെന്ന് എഴുതാം. ഏതായിരിക്കും ആംഗിൾ? π/4. അപ്പോൾ then we can say that therefore principal value of sin inverse 1/√2 is π/4. That is the final answer. Okay? Next problem. Find the principal value of cot inverse -1/√3. അടുത്ത പ്രോബ്ലം ഇതാണ്. സിമിലർ, നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സിമിലർ സ്റ്റെപ്പ് തന്നെയാണ്. y is equal to cot inverse -1/√3 is equal to y എന്നെടുക്കുകയാണ്. Then we can say that cot y is equal to -1/√3.
ഓക്കെ, ഇനി കോട്ട് വൈൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സൈന് കോസ് ടാൻ ആണ്. അപ്പോൾ അതിൻ്റെ ടേമിലോട്ട് നമുക്ക് മാറ്റാം ഇതിന്. അതായത് ടാൻ വൈ ഇസ് ഈക്വൽ ടു -√3 എന്ന് എഴുതാലോ. കോട്ട് വൈ ഈക്വൽ ടു -1/√3 ആണെങ്കിൽ ടാൻ വൈ ഇസ് ഈക്വൽ ടു -√3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ വൈ ഇസ് ഈക്വൽ ടു -√3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈൻ്റെ വാല്യൂ, അപ്പോൾ മനസ്സിലാക്കുക, രണ്ട് വാല്യൂ പോസിബിൾ ആണ് അല്ലേ. ടാനിൻ്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിബിൾ ആണ്, ഫോർത്ത് ക്വാഡ്രന്റിലും പോസിബിൾ ആണ്. അതാണ് 2π/3 ആൻഡ് 5π/3 രണ്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിളിൽ ഏതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് നമുക്ക് എഴുതണം. ഇനി അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ടാൻ ഇൻവേഴ്സിൻ്റെ അല്ല, ഇവിടെ ടാൻ വൈ എന്നാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കോട്ട് ഇൻവേഴ്സ്, രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ y is equal to കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് 0,π ഓപ്പൺ ഇൻ്റർവെൽ ആണ്. അപ്പോൾ ഈ 0ൻ്റെയും പൈൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ ഇതിനകത്ത് ഏതാ വരുന്നത്? 2π/3 അല്ല ആംഗിൾ വരുന്നത്. ദെൻ വി കൻ സേ ദാറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3 ഈസ് 2π/3. That is the final answer. Okay. Next problem. Find the principal value of tan inverse -√3. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളതും അവിടെ ഞാൻ പറഞ്ഞു, അവിടെ കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് -√3 ആണ്. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് -√3 ഈസ് ഈക്വൽ ടു y എന്ന് എഴുതാം, ടാൻ വൈ ഈസ് ഈക്വൽ ടു -√3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ രണ്ട് വാല്യൂ പോസിബിൾ ആണ്, 2π/3 പോസിബിൾ ആണ്, 5π/3 പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? അതിന് സംശയമൊന്നും ഉണ്ടാവില്ല. ഇനി പ്രിൻസിപ്പൽ വാല്യൂവിൽ നമ്മൾ ഇതിൽ ഏത് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അതായത് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -π/2 to π/2 അല്ലേ. അതായത് -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ്, എക്സ്ക്ലൂഡിങ് ദീസ് ടു വാല്യൂസ്. ഈ രണ്ട് വാല്യൂ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡിങ് ആണ്, ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ടാൻ വൈ ഈസ് ഈക്വൽ ടു -√3, ടാനിൻ്റെ വാല്യൂ മൈനസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിബിൾ ആണ്, ഫോർത്ത് ക്വാഡ്രന്റിലും പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ 2π/3 എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ആക്ച്വലി അത് 120 ഡിഗ്രി അല്ലേ? അതെ, 120 ഡിഗ്രിയാണ്. അപ്പോൾ അത് ഈ ആംഗിളിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ വരൂലല്ലോ, ഇല്ല. പിന്നുള്ളത് 5π/3 ആണ്, ശരിയല്ലേ? അപ്പോൾ 5π/3 ഇതിൻ്റെ ഈ റേഞ്ചിൽ വരുമെന്ന് നമുക്ക് നോക്കാം. അത് ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണല്ലോ. അതായത് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ആംഗിൾ ആണെങ്കിൽ 5π/3 എന്ന് പറയുന്ന ആംഗിൾ ഇങ്ങനെ ആയിരിക്കും വരിക. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ -π/2 എന്നാണ് പറഞ്ഞത്. മൈനസ് ആംഗിൾ എപ്പോഴാണ് നമ്മൾ മൈനസ് എടുക്കുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോഴാണ് ആംഗിൾ മൈനസ് എടുക്കുക. അതായത് ഇപ്പോൾ ഈ 5π/3 എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ് ആംഗിൾ ആണ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? 2π - 5π/3 ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു π/3. അപ്പോൾ ഈ ആംഗിൾ π/3 എന്നാണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, നമ്മളിത് മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദെൻ വി കൻ സേ ദാറ്റ് ദ ആംഗിൾ ഈസ് -π/3. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ദെർഫോർ വി കൻ സേ ദാറ്റ് principal value of tan inverse -√3 is -π/3. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ ടാൻ ഇൻവേഴ്സ് ആവട്ടെ, കോസ് ഇൻവേഴ്സ് ആവട്ടെ, സീക്ക് ഇൻവേഴ്സ് ആവട്ടെ, ഏതാവട്ടെ, ഈക്വൽ ടു എന്ത് ചെയ്യുക? വൈ എന്നെടുക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ സൈൻ വൈ, കോസ് വൈ, ടാൻ വൈ അല്ലെങ്കിൽ സീക്ക് വൈ എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് ആ വൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ രണ്ട് വാല്യൂസിൽ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ റേഞ്ചിനകത്ത് ഏത് ആംഗിളാണോ ആ കൂട്ടത്തിൽ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പ്രോബ്ലം മനസ്സിലായല്ലോ? അപ്പോൾ ഇതേ ഈ ഒരു പ്രൊസീജിയർ എല്ലാ പ്രോബ്ലത്തിനും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് 2x × √1 - x² ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് x
-1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2. പിന്നെ അതേപോലെ രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിനിങ്ങനെയൊക്കെ പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാല്യൂയും കൂടെ ഉണ്ടാവും. ഓക്കെ, ആ വാല്യൂവിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആലോചിച്ച് അടങ്ങാറാവണ്ട. അതായത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന രീതിയിൽ, അതായത് കോംപ്ലക്സ് നമ്പർ വരാൻ പാടില്ല, ഇൻഫിനിറ്റ് വരാൻ പാടില്ല, അങ്ങനെ വരാതിരിക്കാനുള്ള കണ്ടീഷനാണ് ഇവിടെ നമുക്ക് കൂട്ടത്തിൽ തരുന്ന ഈ കണ്ടീഷൻ ഉണ്ടാവുക. അപ്പോൾ അത് എന്താണെന്നുള്ള കൂടുതൽ ആലോചിച്ച് നിങ്ങൾ അടങ്ങാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഇപ്പുറത്തുള്ള ഒരു ഫംഗ്ഷൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ sin inverse 2x into 1 - x² equal to 2 sin inverse x ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, നമ്മൾ എക്സ് എന്നുണ്ട്, ലെറ്റ് കൺസിഡർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 2x into √1 - x², അതാണല്ലോ ഇതിൻ്റെ LHS എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? സൈൻ തീറ്റ നമ്മൾ കൊടുക്കുകയാണ്. എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കുകയാണ്. ഓക്കെ, കാരണം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? സൈനിൻ്റെ ഒരു ടേം വരണം. അതായത് അവസാനം ചെയ്യുമ്പോൾ സൈനിൻ്റെ ഒരു ടേം വരണം. അത് വരുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2x ഉണ്ട്. അപ്പോൾ 2xന് കറസ്പോണ്ടിങ് ആയിട്ട് 2 സൈൻ തീറ്റ, 1 - x², 1 - sin² തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി 1 - sin² തീറ്റ എന്ന് പറയുന്ന ഈ റൂട്ടിനകത്തുള്ള 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ cos² തീറ്റയാണ്. ശരിയല്ലേ? അപ്പോൾ √cos² തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ? ഇനി 2 സൈൻ തീറ്റ കോസ് തീറ്റ എവിടെയെങ്കിലും ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ആ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആണ്. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് സൈൻ തീറ്റ കോസ് തീറ്റ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്, അല്ലെങ്കിൽ സൈൻ 2a ഇസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എ, അല്ലേ? അത് ചിലപ്പോൾ എ ആയിരിക്കാം, ചിലപ്പോൾ എക്സ് ആയിരിക്കാം, ചിലപ്പോൾ തീറ്റയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ കണ്ടോ? അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ്, ഇവിടെയും സൈന്. ശരിയല്ലേ? അപ്പോൾ ആ സൈൻ ഇൻവേഴ്സും സൈനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയാണ്. ക്ലിയർ? ഇനി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നല്ലേ? അപ്പോൾ ഈ ടേമിൽ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു തീറ്റക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 സൈൻ ഇൻവേഴ്സ് എക്സ്. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. Therefore we can say that sin inverse 2x into √1 - x² is equal to 2 sin inverse x എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെയാണ് അടുത്ത പ്രോബ്ലവും നമ്മൾ ചെയ്യേണ്ടത്. This is the second problem. Sin inverse 2x into √1 - x² is equal to 2 cos inverse x എന്ന് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം കണ്ടോ, ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ആ കിട്ടണ്ടേ? കണ്ടോ, ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടണ്ടേ കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് ആലോചിച്ച് നിങ്ങൾ ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇക്വേഷൻ്റെ രൂപം നമുക്ക് കാണുമ്പോൾ നമ്മളെ മൈൻഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എക്സ് കോസ് തീറ്റ എടുത്ത് എക്സ് സൈൻ തീറ്റ എടുത്തതെന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ മൈൻഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമല്ലോ, 2 സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ ഇൻറ്റു √1 - cos² തീറ്റ. ഈ റൂട്ടിനകത്തുള്ള 1 - cos² തീറ്റ എന്താണ്? sin² തീറ്റ അല്ലേ മക്കളെ? അതെ. അപ്പോൾ sin² തീറ്റ എന്ന് വരും. √sin² തീറ്റ എന്താണ്? സൈൻ തീറ്റയാണ്. ക്ലിയർ? അപ്പോൾ 2 കോസ് തീറ്റ സൈൻ തീറ്റ, ഈ 2 കോസ് തീറ്റ സൈൻ തീറ്റയും 2 സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ സെയിം തന്നെയല്ലേ? അപ്പോൾ അതെന്താണ്? ആ ബ്രാക്കറ്റിനകത്തുള്ള ടേം സൈൻ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 തീറ്റ. ഇനി അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നല്ലേ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ തീറ്റ ഈസ് ഈക്വൽ ടു നേരെ തിരിച്ച് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് പറയാം. Therefore തീറ്റക്ക് കോസ് ഇൻവേഴ്സ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 2x into √1 - x² equal to 2 cos inverse x എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് തുടങ്ങി LHSൽ തുടങ്ങി നമ്മൾ RHSൽ എത്തിയിട്ടുണ്ട്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഓക്കെ,
Next problem, show that tan inverse 1 by 2 plus tan inverse 2 by 11 is equal to tan inverse 3 by 4. That is the question. അപ്പോൾ ഇതിൻ്റെ LHS tan inverse 1 by 2 plus tan inverse 2 by 11 എന്നല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ഒരു ഫോമിലുള്ള എന്തെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. നമ്മൾ പാർട്ട് 1 ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചില്ലേ, അതിനകത്ത് ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഏത് ഇക്വേഷൻ ആയിരിക്കും? ഈ ഇക്വേഷനാണ് അല്ലേ, ഈ രൂപത്തിലുള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1/2 ആണ്, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ 2/11 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടാൻ ഇൻവേഴ്സ്, അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇനി ഇക്വേഷൻ്റെ ആവശ്യമില്ലല്ലോ, അത് പോയിക്കോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടാൻ ഇൻവേഴ്സ് 15/20 എന്ന് നമുക്ക് കിട്ടും. അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടാൻ ഇൻവേഴ്സ് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. Okay, hence the problem is solved. Then we can say that tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse 3/4. That is the answer. Okay. Next question. Express tan inverse cos x divided by 1 minus sin x, comma minus pi/2 less than x less than 3pi/2 in the simplest form. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഈ ഒരു തന്നിട്ടുള്ളത് എക്സിൻ്റെ കണ്ടീഷനാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ച് ഇടങ്ങേറേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് എന്നതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് വരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ് പുറത്തുള്ളത്. അപ്പോൾ ഈ ഉള്ളിലുള്ളതിനെ ടാൻ ഓഫ് ആൻ ആംഗിൾ എന്നുള്ള രൂപത്തിലോട്ട് നമ്മൾ എത്തിക്കണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ആ ആംഗിൾ മാത്രമായിരിക്കും ആൻസർ. ഇപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഉള്ളിൽ എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ, ബ്രാക്കറ്റിൽ ഉള്ളിൽ എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ സീക്ക് ഇൻവേഴ്സ് സീക്ക് ആൻ ആംഗിൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതണം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും നമുക്ക്. അപ്പോൾ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. ഓക്കെ, ഈ വലിയൊരു ഇക്വേഷൻ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട, ഇത് ഓരോന്നും എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ കണ്ടോ കോസ് എക്സ് ബ്ലൂവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കോസ് എക്സ്. അതിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ കണ്ടോ, അതായത് കോസ് 2a ഇക്വേഷൻ നമുക്കറിയാലോ, കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ 2a ആണെങ്കിൽ അതിൻ്റെ RHSൽ a ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെ 2a എന്ന് പറയുന്നതിൻ്റെ ഇവിടെ ഉള്ളതിൻ്റെ ഹാഫ് ആയിരിക്കും RHSൽ ഉണ്ടാവാന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഹാഫ് ആയിരിക്കും RHSൽ ഉണ്ടാവുക. ദാറ്റ് മീൻ കോസ് സ്ക്വയർ a/2 മൈനസ് സൈൻ സ്ക്വയർ a/2 എന്നായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോസ് എക്സിന് പകരം വി ക്യാൻ സേ ദാറ്റ് കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ 1 എന്നുണ്ടല്ലോ. 1 ഈ 1ന് ഈ ഓറഞ്ചിൽ മാർക്ക് ചെയ്ത 1, ഈ 1ന് ഞാൻ എന്താണ് മാർക്ക് ചെയ്യാൻ പോണേ, ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോണോ നോക്കി കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. അറിയാവുന്ന സിമ്പിൾ ഇക്വേഷൻ അല്ലേ? അതെ. ഇനി അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ സൈൻ സ്ക്വയറിൻ്റെ കൂടെ എക്സ് ആണ്, കോസ് സ്ക്വയറിൻ്റെ കൂടെ എക്സ് ആണ്. അതായത് രണ്ടിൻ്റെ കൂടെയും സെയിം ആംഗിൾ വരണം. അത് എക്സ് ആവാം, 2x ആവാം, 3x ആവാം, എന്തും ആവാം. അപ്പോൾ x/2 ആവാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ x/2 പ്ലസ് കോസ് സ്ക്വയർ x/2 ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാലോ. രണ്ട് സൈൻ സ്ക്വയറിൻ്റെയും കോസ് സ്ക്വയറിൻ്റെയും കൂടെ സെയിം ആംഗിൾ ആണ്, x/2 ആണ്. ദെൻ ദ ആൻസർ ഈസ് 1. ക്ലിയർ? അത് നമ്മളിവിടെ എന്തുകൊണ്ടാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം x/2ൻ്റെ ടേമിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓറഞ്ചിൽ മാർക്ക് ചെയ്ത 1ന് പകരം കണ്ടോ, ഇവിടെ ഓറഞ്ചിൽ മാർക്ക് ചെയ്ത കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. ക്ലിയർ? ഇനി അടുത്ത റെഡിൽ മാർക്ക് ചെയ്ത് സൈൻ എക്സിനെ എങ്ങനെ മാറ്റി എഴുതും എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2a ഇക്വേഷൻ അറിയാലോ, 2 സൈൻ എ കോസ് എ ആണ് ഇക്വേഷൻ. അതായത് LHSൽ 2a ആണെങ്കിൽ RHSൽ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവും സൈൻ എ കോസ് എ എന്നാണ്, 2 സൈൻ എ കോസ് എ എന്നാണ്. അപ്പോൾ ഇവിടെ LHSൽ 2a ആണെങ്കിൽ RHSൽ a ആണ്, അതിൻ്റെ ഹാഫ് വരിക. നമ്മൾ കോസ് 2a പറഞ്ഞതുപോലെ. ദെൻ വി കൻ സേ ദാറ്റ് സൈൻ എ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ a/2 കോസ് a/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ സൈൻ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 സൈൻ x/2 കോസ് x/2 എന്ന് എഴുതാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത് ഒഴിവാക്കാം നമുക്ക്. ഇനി നോക്കട്ടോ, ഇപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിലുള്ളത് കണ്ടോ, കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2.
ഇനി ആ ഡിനോമിനേറ്റർ നോക്കിയേ, cos square x by 2 പ്ലസ് sin square x by 2 മൈനസ് 2 sin x by 2 cos x by 2. ഇത് രണ്ടും ഏത് ഫോമിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ഫോമിലല്ലേ അതുള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ ഈ ന്യൂമറേറ്റർ ഉള്ളത്? ആ എൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ബൈ 2 ആണ്, ബീൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ബൈ 2 ആണെന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്കങ്ങനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ. ഇനി അതേപോലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നല്ലേ? ആണല്ലോ. അത് തന്നെയല്ലേ ഈ ഡിനോമിനേറ്ററിൽ കിടക്കണത്. നോക്കിയേ, കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. അവിടെ എൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ബൈ 2 ആണ്, ബീൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ബൈ 2 ആണെന്നേ ഉള്ളൂ. ക്ലിയർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് ആ റെഡ് ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൾ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ആ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിൽ എഴുതാം. ക്ലിയർ. ഇനി ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് കണ്ടോ, കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഇതെന്ന് പറയുന്നത് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള രൂപത്തിലല്ലേ ഉള്ളത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നേരെ തിരിച്ചെഴുതണത്. ക്ലിയർ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആ ഗ്രീന് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഡിനോമിനേറ്ററിലെ ഗ്രീനായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ലല്ലോ, അത് പോയിക്കോട്ടെ. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇവിടെയുള്ള ഈ ഒരു സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 എന്നേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളത് ടാൻ ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ടാനിൻ്റെ ടേമിലായിട്ട് നമുക്ക് എഴുതണ്ടേ? അപ്പോൾ ഇതിനെ ടാൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സൈൻ ബൈ കോസ് അല്ലേ ടാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ കോസ് എക്സ് ബൈ 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇതേ രൂപത്തിൽ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ആ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഇതേ രൂപത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. ക്ലിയർ. ഇനി ഇവിടെ കോസ് എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്യാം. കണ്ടോ, അപ്പോൾ അവിടെ 1 എന്ന് വരും. ഇനി ഈ സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 എന്ന് പറയുന്നത് ടാൻ എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 എന്നുള്ള രൂപത്തിലായി. ഇപ്പോഴും നമുക്ക് ഫൈനലിൽ എത്തിയിട്ടില്ല, ടാൻ ഓഫ് ആൻ ആംഗിൾ എന്നുള്ള രൂപത്തിൽ വരണത്. ക്ലിയർ. അപ്പം ഞാനിതിനൊന്ന് മാറ്റി എഴുതാണ് കേട്ടോ. ഈ 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടാൻ എക്സ് ബൈ 2നെ ഞാൻ 1 ഇൻറ്റു ടാൻ എക്സ് ബൈ 2 എന്ന് എഴുതാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ, 1 ഇൻറ്റു ടാൻ എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2 തന്നെ കിട്ടുക. ഇനി ഇവിടെ ഞാൻ ശ്രദ്ധിക്കേ, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഈ രണ്ട് 1നും പകരം ഞാൻ ടാൻ 45 എത്രയാ? ടാൻ 45 ഡിഗ്രി 1 അല്ലേ? അതായത് ടാൻ പൈ ബൈ 4 ഈക്വൽ ടു 1 അല്ലേ? ഈ രണ്ട് 1നും പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ടാൻ പൈ ബൈ 4 എന്ന് കൊടുക്കുകയാണ്. മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ടാൻ പൈ ബൈ 4ൻ്റെ വാല്യൂ 1 ആണ്. ക്ലിയർ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ 1ന് ടാൻ പൈ ബൈ 4 കൊടുക്കാത്തതെന്നുള്ളത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലോട്ട് നമ്മൾ കൊണ്ടുവരല്ലേ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് നോക്കിയേ, ഇപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് ബൈ 2. ഈ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടാൻ ഓഫ് എ പ്ലസ് ബിൻ്റെ ഇക്വേഷൻ എന്താ? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്നല്ലേ ഇക്വേഷൻ? അതേ രൂപത്തിലല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഇതിനെ നമുക്ക് ഇത് ആക്ച്വലി എന്താണ്? ആ ബ്രാക്കറ്റിനകത്തുള്ളത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2ൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് ആ ഒരു ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ എന്താണ്? ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് ആൻ ആംഗിൾ എന്നുള്ളത്. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് പറയുമ്പോൾ അത് പോകും. അപ്പോൾ എന്ത് ബാക്കി ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതിയതാണ്. ആ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സിനെ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 വിച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, സിമ്പിളാണ്. കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. പറഞ്ഞ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്, ഒരു ടെൻഷനും അടിക്കേണ്ട, സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1
മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതേണ്ടത്? കോട്ട് ഇൻവേഴ്സ് 1/√x²-1 ഇതാണ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതേണ്ടത്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അതവിടെ നിന്നോട്ടെ, ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ കോട്ട് ഇൻവേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്ത് വരണം? കോട്ട് വരണം. അല്ലെങ്കിൽ ഈ 1/, എന്ന് പറയുന്ന ഈ താഴത്തെ ടേം ടാൻ വന്നാലും മതി. അപ്പോൾ 1/tan എന്ന് പറഞ്ഞാൽ കോട്ടാണല്ലോ. അപ്പോൾ അത് ടാൻ വരണമെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കാം. x² - 1 അത് ടാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ സ്ക്വയർ -1 എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുമോ നോക്കുക. നമ്മൾ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ്, ഞാൻ എക്സിന് കൊടുക്കുന്നത് സീക്ക് തീറ്റ എന്നാണ്. അതെന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. എക്സിന് സീക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഇക്വേഷനകത്ത് എക്സിന് സീക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ √sec²θ-1 എന്ന് വരും. ഇനി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് 1 + tan²θ = sec²θ. ഇക്വേഷൻ അറിയില്ലേ? അപ്പോൾ ഇതിനകത്ത് നിന്ന് sec²θ-1 എന്ന് പറഞ്ഞാൽ എന്താണ്? tan²θയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ x² - 1 എന്നല്ലേ, ഏതോ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ സ്ക്വയർ -1 ടാനിൻ്റെ ടേമിലോട്ട് വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലായി sec²θ-1 ആണ് tan²θ. അതുകൊണ്ടാണ് ഞാൻ എക്സിന് സീക്ക് തീറ്റ കൊടുത്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഈ റൂട്ടിനകത്തുള്ള sec²θ-1 എന്ന് പറഞ്ഞാൽ tan²θയാണ്. √tan² എന്ന് പറഞ്ഞാൽ tan തീറ്റയാണ്. അപ്പോൾ 1/tan θ എന്ന് വരും. 1/tan θ ഈസ് കോട്ട് തീറ്റയാണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ എക്സ് = സീക്ക് തീറ്റ എന്നല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീറ്റ = സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അതായത് തീറ്റ ആൻസർ തീറ്റ എന്നാണ്. ദാറ്റ് = സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് 1 - √x²-1ന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, next problem, prove that tan inverse x plus tan inverse 2x divided by 1 - x² is equal to tan inverse 3x - x³ divided by 1 - 3x². mod x less than 1/√3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHS എടുത്ത് നോക്കിയാലോ. LHS എന്താണ്? tan inverse x plus tan inverse 2x divided by 1 - x² അല്ലേ. ഇത് ഏത് ഇക്വേഷൻ്റെ രൂപത്തിലാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് ഇക്വേഷൻ്റെ രൂപത്തിലാണ്? ഈ ഇക്വേഷൻ്റെ രൂപത്തിലല്ലേ. tan inverse x plus tan inverse y = tan inverse x plus y divided by 1 - xy. ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് തന്നെയാണ്. അതാണ് ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. വൈൻ്റെ സ്ഥാനത്ത് ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ടേമാണ് 2x divided by 1 - x². അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ കിട്ടും. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് റെഡിലുള്ള എക്സ് ആണ്, വൈൻ്റെ സ്ഥാനത്ത് ആ ഗ്രീനിലുള്ള ടേമാണ്. ക്ലിയർ അല്ലേ? ഇനി ഇക്വേഷൻ പോട്ടെ, ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം ഇതാണ്. x × 1 - x² + 2x divided by 1 - x². 1 × 1 - x². ഇവിടെ പ്ലസ് എന്നല്ല, ഇവിടെ മൈനസ് വരിക. കണ്ടോ? -x × 2x അല്ലേ. അപ്പോൾ ഇവിടെ -2x² എന്നാണ് വരിക. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഡിവൈഡ് ബൈ 1 - x². അപ്പോൾ ഇവിടെ ഈ 1 - x² കോമൺ ആയിട്ടുള്ളത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിൽ കിട്ടും. x - x³ + 2x 1 - x². ഇവിടെ ഇത് പ്ലസ് അല്ല, -2x² എന്ന് വരും. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ന്യൂമറേറ്ററിൽ x + 2x അതെന്താണ്? 3x - x³ എന്ന് വരും. ഇവിടെ 1 - x² - 2x². അപ്പോൾ -3x² എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3x - x³ divided by 1 - 3x², which is equal to the right hand side of the equation. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ LHSൽ തുടങ്ങി RHSലെത്തി. അപ്പോൾ then we can say that tan inverse x plus tan inverse 2x divided by 1 - x² is equal to tan inverse 3x - x³ divided by 1 - 3x². Hence the problem is solved. Hence proved. Okay. Next problem. Find the value of cos of sec inverse x plus cosec inverse x where mod x less than or greater than or equal to 1. അപ്പോൾ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ആയിട്ട് ഇത് ബന്ധമുണ്ടോ നോക്കിയേ. sec inverse x plus cosec inverse x അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ആലോചിച്ച് നോക്ക്. നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇക്വേഷൻ. cosec inverse x plus sec inverse x equal to π/2.
ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ആണ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് പകരം ഡയറക്റ്റ് നമുക്ക് പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോസ് പൈ ബൈ ടു എന്ന് വരും. കോസ് പൈ ബൈ ടു ദാറ്റ് ഈസ് കോസ് 90 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് പഠിച്ചു. ഇവിടെ പാർട്ട് 2 നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചു. പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ വീഡിയോ ഉപയോഗിച്ച് പഠിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഫോർവേഡ് അടിക്കാം, ബാക്ക്വേഡ് അടിക്കാം. ആ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അവരും നന്നായിട്ട് പഠിക്കട്ടെ, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ വാല്യുബിൾ കമൻസും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് മൈ വീഡിയോ അപ്ഡേറ്റ്സ് ആസ് നോട്ടിഫിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ പ്ലീസ് ഷെയർ ദ വീഡിയോ ആൻഡ് എക്സ്പെക്ടിംഗ് വാല്യുബിൾ കമൻസ് ഫ്രം യുവർ സൈഡ്.